വരുന്നതെല്ലാം നമുക്ക് പരസ്പരം സഹിച്ചാൽ പോരെ ശാരദേ. ഞാൻ അവളെ പറഞ്ഞുവിടാൻ ശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങൾ കരുതിയിരുന്നത് എന്താ? എനിക്ക് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, കുടുംബത്തോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ? കുടുംബത്തോടുള്ള സ്നേഹം കൂടിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ആർക്കും ഒരു ദോഷവും വരാതെ കാര്യങ്ങൾ ചെവി അറിയാതെ ഇവിടം വരെ എത്തിച്ചതും. പക്ഷെ ഗോപാലേട്ടാ, ഇതൊന്നും ശാരിയയ്ക്ക് അറിയില്ലല്ലോ. അവളുടെ മുന്നിൽ അവളുടെ അച്ഛൻ മക്കളെ സ്നേഹിക്കാത്ത അച്ഛനായി തന്നെ നിലനിൽക്കുക. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പണ്ടുകാലം മുതലേ എനിക്ക് ആ പേരുണ്ടല്ലോ, കുടുംബം നോക്കാത്തവൻ. അതതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷേ അവസാന നിമിഷം വരെ ഞാൻ ഈ പറഞ്ഞ സത്യങ്ങൾ പുറം ലോകം അറിയരുത് ശാരദ. പിടിക്കപ്പെടാൻ എളുപ്പമാണ്, പക്ഷേ പിടിക്കപ്പെടാതിരിക്കാനായി നമ്മൾ ഈ നടത്തുന്ന ശ്രമമുണ്ടല്ലോ, അത് നമ്മളെ വിജയത്തിലെത്തിക്കും. എനിക്ക് ഉറപ്പുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കും. ഒരു വേലായുധം വിചാരിച്ചാലും നമ്മളെ പൂട്ടാൻ പറ്റില്ല. അതിലും വലിയ പൂട്ടിട്ട് ഞാൻ അവനെ പൂട്ടിക്കോളാം. ഈശ്വര, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? പപ്പി, സത്യമ്മ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. വേണ്ട, ഞാനും മോളും വരുന്നില്ല. എന്താ വരുന്നില്ലെന്നോ? ഇനി നിങ്ങൾ രണ്ടുപേരും ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുക ഒരു താഴെ. ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാ വരുന്നില്ല, അത്ര തന്നെ. എങ്കിലേ നീ വരുന്നില്ലെങ്കിൽ വരണ്ട, മോളെ ഞാൻ കൊണ്ടുപോവാ. വാ മോളെ. അതെ, നിങ്ങൾക്ക് ഇവരെ കാണിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? അതോ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കാണോ? കുട്ടികളുടെ കാര്യത്തിലായാലും വലിയവരുടെ കാര്യത്തിലായാലും സത്യമ്മ കാണിക്കുന്ന ഈ വേർതിരിവ് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ചിലപ്പോ ഞാൻ പ്രതികരിച്ചു പോവും. വെറുതെ എന്തിനാ ഒരു പുണ്യസ്ഥലത്ത് പോകുമ്പോ വഴക്കും വെക്കാണോ ഒക്കെ? ക്ഷമേ, നീ വെറുതെ ഈ ബോധമില്ലാത്ത പെണ്ണുങ്ങളെ പോലെ സംസാരിക്കരുത്. പ്രാക്ടിക്കലായി ചിന്തിക്കേ. നമ്മളിപ്പോ ഇടഞ്ഞു നിൽക്കുന്നത് ബുദ്ധിയല്ല. എന്തൊക്കെ കാണിച്ചാലും പ്രവർത്തിച്ചാലും ചേർന്ന് നിൽക്കുന്നത് തന്നെയാ നല്ലത്. സത്യമേ പിണക്കാതിരിക്കുക. അപ്പോ നമ്മളിവിടെ IAS കാരിയുടെ അടിമയായിട്ട് കഴിയണമെന്നാണോ രോഹിത് പറയുന്നത്? നമ്മുടെ കാര്യങ്ങൾ നേരാമണ്ണം നടക്കുന്നവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ വേണം. അതിനിടയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളത് മൈൻഡ് ചെയ്യാനേ പാടില്ല. എടി, നിനക്കറിയാലോ, ഒരു 3 മാസത്തിനകം എന്റെ ഫ്രണ്ട് എനിക്ക് വിസ അയച്ചു തരും. പക്ഷേ കുറച്ച് കാശിനാവശ്യമുണ്ട്. സത്യാമ്മയോട് ചേർന്ന് നിന്നാൽ എനിക്ക് ആ വിസയുടെ പണം കൊടുക്കാൻ പറ്റും. എനിക്ക് ആ ജോലിക്ക് പോകാനും പറ്റും. ഈ വന്നിരിക്കുന്ന ഓഫറുകളെ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ. എടി, മറ്റൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. എനിക്ക് കിട്ടാൻ പോകുന്ന ജോലി അത് മാത്രം നീ ഓർത്താ മതി. എന്ന് വെച്ച് ഞാൻ ഇവിടെ അവര് അമ്മയുടെ മരുമകളുടെ കുത്തുവാക്കി കേട്ട് കിടക്കണോന്നാ? രോഹിത് തന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. എന്നിട്ടിപ്പൊ പറഞ്ഞോണ്ട് വരുന്നത് നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പോണോന്ന്. രോഹിതിന് മനസ്സിലാവുന്നില്ല. ശമേ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, സത്യാമ്മ പറയുന്നത് അനുസരിക്കാനേ എനിക്കിപ്പോ നിർവാഹമുള്ളൂ. നീ വരുന്നെങ്കിൽ വാ. ഞാൻ വരുന്നില്ല. വേണമെങ്കിൽ മോളെ കൊണ്ടുക്കോ. വാ മോളെ, നമുക്ക് പോവാം. വാ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? അമ്മ വാ. ഞാൻ വരുന്നില്ല, പോ. മോള് വാ മോളെ. നമ്മൾ ഇന്ന് തന്നെ വരുവച്ചാ? അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം, പോരെ? മതി. മോള് വാ. ശ്യാമ എവിടെ? ശ്യാമയ്ക്ക് വരാൻ പാടില്ലെന്ന്. എന്നാ നമുക്ക് പോവാം. ശരി, എന്നാ നമുക്കിറങ്ങാം. സത്യമ്മേ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, മോൾക്ക് ഇതാ ഏറ്റവും ഭംഗിയെന്ന്. പപ്പി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്നാ പിന്നെ ആ തോമസിന് കൊടുക്കാനുള്ള കാശും തന്നേക്കോ, ഞാൻ കൊടുത്തേക്കാം.
അതെന്തായാലും നന്നായി. ഇത് നമ്മുടെ ബിസിനസിന്റെ 2ാം വരവല്ലേ? ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വേണ്ടുവോളം നമുക്കുണ്ടാവും. ഞാൻ ആ പൈസ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഒടുവിൽ നീ അങ്ങനെ തീരുമാനത്തിലെത്തിയല്ലേ? ഒന്നേന്ന് തുടങ്ങണം. പഴയ കുറ്റികളെ ഒന്ന് തപ്പിയെടുക്കണം. സത്യഭാമി മകൻ വിഷ്ണു ഫീൽഡിൽ തിരിച്ചു വന്നു എന്ന് അറിയിക്കേണ്ടവരെയൊക്കെ ഒന്ന് അറിയിക്കണം. അങ്ങനെ ജോലി ഒത്തിരിയുണ്ട്. നാട്ടിൽ പുലി ഇറങ്ങിയ പുലിയെ കണ്ട് പേടിക്കുന്നവരാണ് പുലിയെ പുലിയാക്കുന്നത്. അതുപോലെ തോമസിനാണ് പണം നൽകുന്നതെങ്കിലും ഒരുപാട് തോമസുമാരറിയണം നമ്മൾ വീണ്ടും കളത്തിലിറങ്ങിയെന്ന്. നീ പഴയതിലും ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു അറിയേണ്ടവരൊക്കെ അറിയണം. ദയാദാക്ഷിണ്യം ഇല്ലെന്നും മനസ്സിലാക്കണം. അവരത് ബോധ്യപ്പെടുത്തണം.